അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ജിമ്മിന് പോവുകയാണ്. ഇന്ന് അതും കൂടാതെ വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, വേറൊന്നുമല്ല. ഇന്ന് 3, നാളെ 4 എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ, മീൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പോകണം. ഒരു വെറൈറ്റി ആവട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടാണ്ട് ഉള്ളൊരു ഗിഫ്റ്റ് എക്സ്ട്രാ ഒരു ഗിഫ്റ്റ് ഇല്ല, ഇത് കാണില്ല. അപ്പോൾ ഞാനും അച്ഛനും കൂടി ജിമ്മിന് പോയതിന് ശേഷം ജിമ്മിന് പോകുന്നതാണ്. അപ്പോൾ പോയതിന് ജിമ്മിന് നേരത്തിന് പൊതുവേ ഞങ്ങൾ 4-4:30 ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജിമ്മിന് പോയിട്ട് അവിടെ നിന്ന് നേരെ കൂത്തുപറമ്പിലേക്ക് വിടും. അപ്പം അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് കേക്ക് മുറി, അങ്ങനെയാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഏട്ടൻ എൻ്റെ ഫോണ് നോക്കാൻ ഞാൻ വിടില്ല, കാരണം ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് ഏട്ടൻ ആ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഞാൻ വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഇന്ന് ഫോൺ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്താൽ നടക്കില്ല. സോ ഇന്ന് ഫോൺ ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കില്ല. അപ്പം നമുക്ക് ജിമ്മിലെല്ലാം പോയി ഷോപ്പിലെല്ലാം കയറുന്ന ഒരു ചെറിയൊരു വ്ളോഗ് ചേട്ടൻ്റെ കേക്ക് കട്ടിങ്ങിൽ എൻഡ് ചെയ്യാം. പക്ഷെ അത് കുറച്ച് ലോങ്ങായി പോകുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഓട്ടോ അന്നേരം കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തെ നമ്മൾ ജിമ്മിലെത്തും. ഓട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ ലേറ്റ് ആവും അല്ലേ? അച്ചൂട്ടിന് ഭയങ്കര നാണമൊക്കെ, ഇന്നൊന്നും പറയുന്നില്ല. പറ, ഇന്ന് കൂത്തുപറമ്പ് പോകുന്നതുകൊണ്ടാണ് അച്ചൂട്ടിന് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ശരി. എത്തിയിട്ടുണ്ട്. ഏട്ടനില്ലാണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്വയം കൂത്തുപറമ്പ് വരുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ അച്ചൂട്ടനുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. ഗിഫ്റ്റ് വാങ്ങിക്കാനാണെങ്കിലും ആ ടൈം പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബർത്ത്ഡേൻ്റെ സമയത്ത് ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. അതിന് ശേഷം പിന്നെ ഒറ്റയ്ക്ക് അങ്ങനെ പോക്കില്ല, ആരെ കൊണ്ടെങ്കിലും പറഞ്ഞ് വാങ്ങിപ്പിക്കലാണ് പതിവ്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്, അത് കള്ളത്തരം പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഏട്ടന് ഡ്രസ്സ് എടുക്കാം, പിന്നെ കുഞ്ഞു ഗിഫ്റ്റ് അതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് പാക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഒരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്, ഇനി ഒരു ഗിഫ്റ്റും കൂടി എടുക്കാൻ പോകണം. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങളെല്ലാം കൂടി അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കണ്ടു. ഇതെല്ലാം വാങ്ങിച്ച് അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ടാണ്. ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഡെക്കറേഷൻ. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. നോക്കി സർപ്രൈസ് ആയിനോ? ഓഹോ, क्या हैप्पी बर्थडे टू यू, हैप्पी बर्थडे टू यू, ഹാപ്പി ബർത്ത്ഡേ. വീഡിയോ എടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊടുക്കണ്ടേ ഏട്ടാ? അടിയിൽ മതിയേ, മതി.
മെഴുകുതിരി എടുത്തിട്ടില്ല. ആ അതിൻ്റെ ഉള്ളിൽ വേറെ ആരും ഉണ്ടാവും. അതാണ് ക്യാമറയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ക്യാമറേനെ പറ്റി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. അമ്മയറിയില്ല. അമ്മോ അച്ഛൻ ക്യാമറ എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ ഉള്ളിൽ എന്താ നമുക്ക് നോക്കാം. നോക്കട്ടെ. ക്യാമറയുടെ ഉള്ളിൽ കാണിച്ചാ പൈസ കയ്യിലെടുത്ത് കേട്ടാ. അച്ഛന് കിട്ടിയ പൈസ മോക്ക് കിട്ടിയ പൈസ മോക്ക്, അച്ഛന് കിട്ടിയ പൈസ അച്ഛന്. അങ്ങനെയല്ലേ? ചീസില്ല. അത് അലക്കുമ്പോ അമ്മ എടുക്കൂ. അതിന്റെ ഉള്ളിൽ വേറൊരു സാധനം ഉണ്ട്. ആദ്യം അത് വായിക്കണം. ഒച്ചത്തിൽ വായിക്കരുത്, മെല്ല. അതിന്റെ ഉള്ളിൽ വേറൊരു സാധനം ഉണ്ട്. ഒരു പേപ്പർ ഉണ്ട്, അത് എടുക്ക്. ഒച്ചത്ത് വായിക്കരുത്, മനസ്സിലാക്കി എടുത്തോളണം. എഴുതിയത് മനസ്സിലാകുന്നുണ്ടാ? എടുത്തോ. ഇത് അച്ഛൻ അച്ഛൻ വെടിവെച്ച് മേടിക്കട്ടെ. ഓക്കെ, വണ്ടി ഓപ്പൺ ചെയ്യാം. ആടി ഓപ്പൺ ചെയ്യണ്ടേ? അതിൻ്റെ അകത്തുള്ള സ്ലിപ്പ് വായിച്ചോളൂ. ഇതാ ആ അടുത്ത വണ്ടിയും കൂടി നോക്കണം. ആ അത് പിടിക്കടി പിടിക്കില്ല. എല്ലാം കൂടി അവസാനം നമുക്ക് പൊളിക്കാം. മെല്ലെ സൂക്ഷിച്ച് കണ്ടിട്ടു. ഹാൻഡിൽ വിത്ത് കെയർ. ആ അമ്മയും കൊണ്ടൊക്കെ താക്കോല് വേണ്ടേ? ഒരു സമ്മാനം കിട്ടിയത് എന്നാന്ന് പറഞ്ഞേ? ഇവിടെ വെളിച്ചത്തിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാ? എല്ലാത്തിനും ഉണ്ടാ? എന്നാ എല്ലാ വണ്ടീന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നോക്കിക്കോളൂ. അച്ഛന്റെ ഊപ്പാട് ഇളകും. ഈ വണ്ടിക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാ? ലൈറ്റ് അടിയിട്ടെ കാറിന്റെ. ആ ഇനി അത് വായിച്ചോ. പോയാ മതിയാ? ഓക്കെ. അതോ വിൻറ്റേജിന് കിട്ടിപ്പോയി. എന്താ അത് വായിക്കി? ആ ഏട്ട ഒച്ചത്ത് വായിക്കി. ഏട്ടെ ആ പൊന്നുപോലെ നോക്കുന്ന സാധനം എന്നാ? വെളിച്ചമില്ല, അതുകൊണ്ടൊന്നും ക്ലിയർ ആകുന്നില്ല. വായിക്കത്. ഏട്ടന്റെ ജീവനായി ഒരു സാധനം വെച്ച പ്ലേസ്. ആ ഏട്ടന്റെ ജീവനായ ഒരു സാധനം ഉണ്ട് ഈ വീട്ടിൽ. അത്രയും ജീവനായ സാധനം. മാറി 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 മാറി. വീഡിയോ പെടാത്ത ആൾക്കാരെല്ലാം മാറി എന്നോളെ. ഓക്കെ
ഏട്ടന്റെ ജീവനായ സാധനമാണ് PS5. അല്ല അതല്ല, എത്ര ക്ലീൻ ആക്കി അല്ല മേലെയല്ല, എനിക്ക് ഈ ഒരു പ്ലേസിൽ ക്ലൂ തരാം. ഈ ഒരു ഇവിടെ തന്നെ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവൂല. അടിയിലും അല്ല, മേലെയല്ല ഏട്ടാ. ഞാൻ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്തൊരു സ്ഥലം. ആ നോക്ക്, അടക്കല്ലോ. ക്ലാസ് ഒന്ന് പൊട്ടിക്കല്ലേ. അരി കിട്ടുന്ന സ്ഥലം എവിടെയാ? ആ എവിടെയാ? ഈ വീട്ടിൽ അരി വെക്കുന്ന സ്ഥലം എവിടെയാ? എന്നാ അവിടെ പോ. അരി വെക്കുന്ന സ്ഥലം അതല്ല അറിയ കുട്ടിക്ക്. നല്ല കുട്ടിയാ. വായിച്ചോ, വായിക്ക്. യൂസ് ചെയ്യുന്നയാ? കൺഫേം. എന്നാലും ഒരിക്കൽ കൂടി നോക്കുക. ആ അതങ്ങനെ ഊഹിക്കാൻ പറ്ററ്. ഇതാണ് ഏട്ടന്റെ കളക്ഷൻ. കാണിക്കാൻ പറ്റിയ കളക്ഷനൊന്നുമില്ല. വായിക്കി. എന്നാ എഴുതിയത്? അൺക്ലീൻ ആക്കുന്ന സ്ഥലം എവിടെയാ? എവിടെയാ ആലോചിച്ചേക്ക്. അന്ന പോ, മേലെ പോ. ആ ഓക്കെ, കുഴപ്പമില്ല. ഈ ഒരു പ്ലേസ് ഞാൻ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും കാര്യമില്ല. കഴിഞ്ഞു. ചോകയാ ഇത്രയും ഗിഫ്റ്റ് കിട്ടിയ? എത്രാം പിറന്നാൾ ആഘോഷത്തിന്റെ ആകിയ? പൊളിക്ക് സമയമില്ല ഏട്ടാ. അത് നോക്കണേ. നമ്മള് ആ എന്നത് എന്നത് ആ ബോക്സ് അടിച്ച് വിചാരിക്കുന്ന അതിലുള്ള സാധനം കേട്ടാ. അതെന്നാ അതല്ല ഇല്ല, രണ്ട് സെയിമാ. വെയിറ്റ് ചൂടായിട്ടാ മതി. പുള്ളി കഴിച്ച് കീറി. ഇത് ലെങ്ത് ആവുന്ന വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സൈസ് കട്ടാൻ നോക്കണം. ഇല്ല ഒന്നും അമ്മേരാ. ഇതിൽ ഏറ്റവും അറ്റാച്ച് ആയ സാധനം ഈ വീട്ടിൽ. പക്ഷെ ഏറ്റവും വേണ്ട തരണം. അലാരം വെക്കാനും വേണ്ടി വേറെ സാധിക്കാൻ കറങ്ങി കറങ്ങിയായിരുന്നു. എനിക്ക് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാറിൽ ഒതുക്കി. ഇതേതാ കാറായിട്ട് പറ. ഇതേതാ കാറേ? കോബ്ര. ആര് ഫോട്ടോ ആയിരിക്കും? ഗസ് അങ്ങനെ അമ്മ ഓർപ്പിച്ച്. ആ ഓക്കെ. ഏട്ടനോ? ഫാമിലി ഫോട്ടോ. ആ ഓക്കെ. വേറെ ആർക്കെങ്കിലും? വേറെ അച്ഛനെന്താ ഗസ് ഉണ്ടോ? ഒരു ഗസ്സും ഇല്ല. രാഗിന്റെ ഫോട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം ആര് പറഞ്ഞാൽ ശരി. പറ, കാണിക്ക്, തിരിച്ചെത്തി. ആ രാഗിന് ഷാബായിട്ട് പറഞ്ഞാൽ ശരി. അപ്പൊ എങ്ങനെയുണ്ട് ബർത്ത്ഡേ? അടിപൊളി. ഗിഫ്റ്റെല്ലാം ഇഷ്ടായിനാ? ഗിഫ്റ്റെല്ലാം ഇഷ്ടായിനാ? ഗിഫ്റ്റെല്ലാം ഇഷ്ട